Question number 5. Write the number of terms in the expansion of x plus 2y the whole raised to 2n. x plus 2y the whole raised to 2n ന്റെ എക്സ്പാൻഷനകത്ത് എത്ര ടേംസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ് എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു എന്നിന്റെ എക്സ്പാൻഷനകത്ത് ആകെ n പ്ലസ് 1 ടേംസ് ഉണ്ടാകും. അപ്പം അങ്ങനെയെങ്കിൽ എ പ്ലസ് ബി റേസ് ടു 2n ന്റെ എക്സ്പാൻഷനകത്ത് എത്ര ടേംസ് ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ 2n പ്ലസ് 1 ടേംസ് ഉണ്ടാകും. രണ്ടാമത്തെ ചോദ്യം എക്സ് പ്ലസ് 3/x ദ ഹോൾ റേസ് ടു 4 അതിനെ എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. കാരണം 3/x എന്ന് പറയുമ്പോൾ എക്സ് 0 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വാല്യൂ ഇൻഫിനിറ്റ് വാല്യൂ ആണ് വരുന്നത്, പോസിബിൾ അല്ല. ഡിവിഷൻ ബൈ 0 പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു കണ്ടീഷനായിട്ട് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. നമുക്ക് എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു 4ന്റെ എക്സ്പാൻഷൻ എഴുതാനായിട്ട് അറിയാം. 4c0 into a raised to 4 plus 4c1 into a raised to 3 into b plus 4c2 into a raised to 2 into b raised to 2 plus 4c3 into a into b raised to 3 plus 4c4 into b raised to 4. ഇവിടെ 4c0 എന്ന് പറയുന്ന വാല്യൂ 1 ആണ് നമുക്കറിയാം. 4c1 4 ആണ്. 4c2 എന്ന് പറയുന്നത് 6 ആണ്. 4c3 എന്ന് പറയുന്നത് 4 ആണ്. 4c4 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അങ്ങനെ ഈ വാല്യൂസ് നമ്മളവിടെ കൊടുത്ത് എഴുതുകയാണെങ്കിൽ 1 ഇൻറ്റു എ റേസ് ടു 4 അതായത് എ റേസ് ടു 4 പ്ലസ് 4c1 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4a³ b പ്ലസ് 4c2 എന്ന് പറയുന്നത് 6 ആണ്. 6a² b² പ്ലസ് 4c3 എന്ന് പറയുന്നത് 4 ആണ്. 4 ഇൻറ്റു ab³ പ്ലസ് 4c4 എന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻറ്റു ബി റേസ് ടു 4. ഇതാണ് എ പ്ലസ് ബി റേസ് ടു 4. അപ്പം അങ്ങനെയെങ്കിൽ നമ്മളിവിടെ എയുടെ സ്ഥാനത്ത് എക്സ് എന്നും ബിയുടെ സ്ഥാനത്ത് 3/x എന്നും കൊടുക്കുന്നു. അപ്പം നമുക്ക് കിട്ടുന്നത് എക്സ് പ്ലസ് 3/x റേസ് ടു 4 ഈക്വൽ ടു എക്സ് റേസ് ടു 4 പ്ലസ് 4x³ ഇൻറ്റു 3/x പ്ലസ് 6x² ഇൻറ്റു 3/x the whole square plus 4x into 3/x the whole cube plus 3/x the whole raised to 4 equal to x raised to 4 plus 4x³ into 3/x plus 6x² into 3/x ന്റെ സ്ക്വയർ. 3യുടെ സ്ക്വയർ 9 ആണ് നമുക്കറിയാം. 9 ഡിവൈഡഡ് ബൈ x² പ്ലസ് 4 ഇൻറ്റു എക്സ് ഇൻറ്റു 3/x³. 3യുടെ ക്യൂബ് 3 ഇൻറ്റു 3 ഇൻറ്റു 3 27 ആണ്. 27 ഡിവൈഡഡ് ബൈ x³ എന്ന് വരും. പ്ലസ് 3 റേസ് ടു 4 ബൈ എക്സ് റേസ് ടു 4. 3 റേസ് ടു 4 നമുക്കറിയാം 81 ആണ്. 81 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 4 എന്ന് വരും. ഈക്വൽ ടു എക്സ് റേസ് ടു 4 പ്ലസ് 4 ഇൻറ്റു 3 12 ആണ് നമുക്കറിയാം. x³ എക്സും ഇട്ടുകയാണെങ്കിൽ മേളിൽ x² എന്ന് വരും. 12x² പ്ലസ് 6 ഇൻറ്റു 9 54. x² ക്യാൻസൽ ആകും. അപ്പം അതിനകത്ത് എക്സ് ഒന്നും വരില്ല. പ്ലസ് 4 ഇൻറ്റു 27 108. എക്സും x³ ഇട്ടുകയാണെങ്കിൽ താഴെയാണ് x³ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു എക്സ് വിട്ടുപോയി കഴിഞ്ഞാൽ താഴെ x² വരും. പ്ലസ് 81 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 4. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ.